മനുഷ്യന്മാരുടെ കഥ പറയുമ്പോൾ സർവൈവൽ ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്നതാണ്. ബിക്കോസ് ഐ മേഡ് ദ ഫിലിം. ഞാനും ജിത്തു വന്നിട്ട് ഇതിങ്ങനെയാണ്, ഇത് ടോക്സിക് ആണോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ സാധ്യതകളും നമ്മൾ അടക്കിയല്ലേ ചെയ്യും. മഞ്ഞുമേൽ കുറച്ചും കൂടെ നമ്മൾ പണിയെടുത്ത് എഴുതിയൊരു സ്ക്രിപ്റ്റ്. ഓരോ ഒരു കൊല്ലൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പണിയെടുത്ത് കിട്ടിയാൽ മിക്സിംഗ് ടേബിളിൽ ആകുമ്പോഴത്തേക്ക് ഞാൻ പടമായിട്ട് അങ്ങനെ ഡിറ്റാച്ച്ഡ് ആവും. കാരണം അത്ര ഞാൻ കണ്ട് പിന്നെ എനിക്ക് പ്രത്യേക ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല. ഞാനായാലും അച്ഛനായാലും ഗണപതി എല്ലാവരും സിനിമ ഉണ്ടാക്കാം. അമ്മയാണ് ഇതിലല്ലാത്ത ടീച്ചർ. അങ്ങനെ ഒരു ജോണർ നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. സർവൈവൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഫിക്ഷൻ ആണെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാം. ഇതെല്ലാം സംഭവിച്ചാൽ പിന്നെ ചെറിയ കഥാസന്ദർഭമല്ലേ. സിനിമ എൻഡിങ് അല്ല, തുടക്കമാണ് സിനിമ. അടുത്ത ലൂപ്പിന്റെ റിയൽ ലൈഫ് മെമ്മറീസിൽ ഇന്ന് നമുക്കിപ്പം ഡയറക്ടർ ചിദംബരമാണ്. നമസ്കാരം. നിങ്ങളെ കാണുമ്പോൾ ആദ്യം തന്നെ ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങളെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് ഇമോഷൻ ആണോ എന്റർടൈൻമെന്റ് ആണോ? അതിപ്പോ എങ്ങനെ പറയാം, രണ്ടും. അത് ഇമോഷണൽ എന്റർടൈൻമെന്റ്. അല്ല, സത്യനന്ദിക്കാടിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നേ, ആ ബാലനായിരുന്ന കുട്ടിക്ക് ചെറുതിലെ സിനിമയോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഇമോഷണായിട്ട് വളർന്നു വന്നാണോ അതല്ലെങ്കിൽ സിനിമയുടെ ഒരു എന്റർടൈൻമെന്റ് ആണോ? തീർച്ചയായും എന്റർടൈൻമെന്റും പിന്നെ എന്താ പറയാ, ഇമോഷനെ എങ്ങനെ എന്റർടൈൻമെന്റ് ആയിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതിന്റെ അതും കൂടെയാണ് സിനിമ. ഇപ്പൊ ഈ 3 സിനിമയിലും ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്യുന്ന ചില ഇമോഷൻസ് ഉണ്ട്. 3ലും എനിക്ക് പേഴ്സണലി തോന്നിയുള്ള ഒരു സർവൈവൽ ഉണ്ട്. ജാനമനിലാണെങ്കിൽ ഒരു ഒറ്റപ്പെടലിൻ്റെത്. ഓഫ് കോഴ്സ് മഞ്ഞുമൽ ബോയ്സ് ഒരു സർവൈവൽ ത്രില്ലറാണ്. ഇതിലും ഒരു സർവൈവൽ ആണ്, അമ്മയുടെ മോൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു ജോണറിനെ ചിദംബരം എന്ന സംവിധായകൻ എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നുണ്ട്? അങ്ങനെ ഒരു ജോണർ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. സർവൈവൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പൊ ഡെയിലി ലൈഫ് തന്നെ സർവൈവൽ ആണല്ലോ. അപ്പൊ അങ്ങനെ മനുഷ്യന്മാരുടെ കഥ പറയുമ്പോൾ സർവൈവൽ ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ജോണറിൽ ഫിക്സ് ചെയ്യുന്നില്ല. പല പല ജോണറിൽ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. എങ്ങനെയാണ് ഒരു ടോപ്പിക്ക് കാണുമ്പോൾ അതിൽ സിനിമ കാണുന്നത്? ഇപ്പോൾ ജാനമ്മൻ ഇദ്ദേഹത്തിനൊരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിന്റെ അവരുടെ കഥ കേട്ടപ്പോൾ അതിലൊരു സിനിമ വന്നു. ഇപ്പോൾ പെട്ടെന്ന് ജിത്തു ഈ ഒരു കഥ പറഞ്ഞപ്പോൾ അതിലൊരു സിനിമ കാണുന്നു. ഏതൊരു പോയിന്റാണ് അത്? ഭയങ്കര പറയാൻ പ്രയാസം. അടുത്ത കഥ വരുമ്പോഴേ അതില് സിനിമ പല ഇഷ്ടംപോലെ കഥയുണ്ട് നമുക്ക് ചുറ്റും. നമ്മളെല്ലാ ആൾക്കാർക്കും ഓരോരോ കഥ ഉണ്ട്. ഞാനൊരു കഥ പറയട്ടെ, എല്ലാവരുടെയും കഥയുണ്ട്. അപ്പൊ കഥയിൽ സിനിമ ഉണ്ടോ എന്നുള്ളത് അതൊരു ഗാംബ്ലിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിങ്ങനെ അതിലൊരു സിനിമ ഉണ്ട്, ഇതിങ്ങനെ ആൾക്കാർ എൻജോയ് ചെയ്യും, ഇത് നമുക്ക് മുടക്കുമ്പോൾ അതിൽ തിരിച്ചു തരും എന്നൊക്കെയുള്ളൊരു പിന്നെ ഒരു നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക് ഇൻസ്റ്റിങ്ക്റ്റീവ്ലി അത് മനസ്സിലാവുമായിരിക്കാം. ചിലപ്പോൾ ജഡ്ജ്മെന്റ് പോവുമായിരിക്കാം. അപ്പൊ ഒരു ഗാമ്പിൾ തന്നെയാണ് അത്. ജാനമൻ സിനിമ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ അതിന് എത്രത്തോളം എഫേർട്ട് ഉണ്ട്? അതിന്റെ സ്ക്രിപ്റ്റിംഗ് കണ്ടാൽ നമുക്കറിയാം അതിന്റെ ഏറ്റവും വലിയ പവർ ആ സ്ക്രിപ്റ്റ് തന്നെയാണ്. എത്ര വർഷം എടുത്തു ആ ഒരു സ്ക്രിപ്റ്റ്? ജാനമൻ വർഷമൊന്നും എടുത്തിട്ടില്ല. ജാനമൻ വളരെ പെട്ടെന്ന് എഴുതിയ സ്ക്രിപ്റ്റ്. 1 മാസം കൊണ്ട് 1.5 മാസം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റാണ് ജാനമൻ. നമ്മള് ഐഡിയ നമ്മൾ പറയുന്നു, ഇതേപോലെ ഇൻസ്പിറേഷൻ വരുന്നു, അപ്പൊ ഇതിലൊരു സിനിമ ഉണ്ടാവുന്നു. അപ്പൊ തന്നെ പ്രൊഡ്യൂസേഴ്സ് ഗണേശും ലക്ഷ്മിയും അവർ ഭയങ്കര കോൺഫിഡന്റ്, എന്നെക്കാണ് കോൺഫിഡൻസ് അവർക്കായിരുന്നു, ഇത് നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മള് പെട്ടെന്ന് 1.5 മാസം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റ് പെട്ടെന്ന് തന്നെ ഷൂട്ടിലേക്ക് കയറിയ ഒരു പടമാണ് ജാനമൻ. അതൊരു കോവിഡ് സമയത്ത് വന്നത്. കാനഡ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് കാശ്മീർ കാശ്മീർ വരെ പോയതിന്റെ വലിയ ഭാഗ്യം അന്നത്തെ സാഹചര്യം വെച്ചിട്ട്. 3 സിനിമ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ലൊക്കേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. എങ്ങനെ ഈ ലൊക്കേഷൻ ഹണ്ടിങ് ഒക്കെ നടക്കുന്നത്? എങ്ങനെ ലൊക്കേഷൻ ഹണ്ടിങ്? അത് ലൊക്കേഷൻ ഭയങ്കര പെക്യൂലിയർ ആണ്. കാരണം നമ്മളെന്ത് ലൊക്കേഷനിൽ തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇൻസ്പയർ ചെയ്യും. ലൊക്കേഷൻ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെയൊക്കെ അങ്ങനെ ഷോട്ട് വയ്ക്കാം എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ലൊക്കേഷൻ നമ്മൾ കാണാം. ലൊക്കേഷൻ പല ടൈമിൽ കാണും. രാവിലെ ഒരിക്കൽ, വൈകുന്നേരം എങ്ങനെയാണ് ഈ ലൊക്കേഷൻ, രാത്രി എങ്ങനെയാണ്, പല കാലാവസ്ഥയിൽ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടാണ് ലൊക്കേഷൻ ചെയ്തത്. മഞ്ഞുമല്ലൊക്കെ അത് ഭയങ്കര പ്രധാനമായിരുന്നു. കാരണം മഴ പെയ്താൽ നമുക്ക് പടത്തിൽ മഴ ഉണ്ടെങ്കിൽ തന്നെ ആക്ച്വൽ മഴക്കാലത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അവിടെ. നമുക്കത് ഭയങ്കര പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു കൊടൈക്കനാലിന്റെ പല അവസ്ഥകൾ. കാരണം മഴ പെയ്യുമ്പോൾ വേറെ ലുക്കാണ്, സണ്ണി ആകുമ്പോൾ ഭയങ്കര ഒരു പ്ലസന്റ് ആണ് സ്ഥലം. അത് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതെ അതെ. അതുപോലെ വയനാട് പോയാൽ നമ്മൾ കുറെ എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മൾ കറക്റ്റ് ടൈം ഓഫ് ദ ഡേയിൽ അവിടെ പോയി ഷൂട്ട് ചെയ്യുക, എപ്പോഴാണ് കറക്റ്റ് ആ സൂര്യ വെളിച്ചടിക്കുക എന്നൊക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത്.
ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിന്റെ പറയുമ്പോൾ റിയൽ ലൈഫ് മെമ്മറീസ് റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പം കഥ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അതൊരു സിനിമയിലേക്ക് മാറ്റുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും. കാരണം അതിലെ കഥാപാത്രങ്ങളെല്ലാം ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ആ വെല്ലുവിളി എഴുത്തുകാരൻ എത്രത്തോളം സ്ട്രെസ് തന്നിരുന്നു? അല്ല, മഞ്ഞുമ്മൽ കുറച്ചും കൂടെ നമ്മൾ പണിയെടുത്ത് എഴുതിയ ഒരു സ്ക്രിപ്റ്റ്. ഒരു കൊല്ലമൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പണിയെടുത്ത് അത്, കാരണം അത് റിയൽ ലൈഫ് ആൾക്കാരാണ്. പിന്നെ നമ്മളെ ഫിക്ഷൻ ആണെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാം. ഇതെല്ലാം സംഭവിച്ചാൽ പിന്നെ ചെറിയ കഥാസന്ദർഭമല്ലേ. അടുത്ത വീഴുന്നു, രക്ഷപ്പെടുന്നു, ഒരു 6-7 മണിക്കൂർ. പക്ഷെ അവര് അതെങ്ങനെ പക്ഷെ അവര് ആ 6-7 മണിക്കൂറിൽ മാക്സിമം അപ്പം അത് ഇമോഷണൽ ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടുത്തൊരു ദൗത്യം. വിഷ്വലി അതിന് അത്ര ലിമിറ്റേ ഉള്ളൂ. അപ്പൊ അത് ഇമോഷണലി എങ്ങനെ ഇത് കുട്ടന്റെ സ്ട്രഗിള്, കുട്ടൻ സുഭാഷ് കൂടെ എങ്ങനെ തിരിച്ചെത്തി, എത്ര കരുത്ത് വേണോ അതിനൊക്കെ ഉള്ളത് കാണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ പടത്തില് ആൾക്കാർക്ക് സീക്വൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ബാലൻ ആദ്യ പകുതി എത്തുമ്പോഴത്തേക്ക് അത് വല്ലാത്തൊരു ഭാരമായിട്ട് നിൽക്കുകയാണ്. അതിന്റെ ഒരു റിലീഫാണ് സെക്കൻഡ് പകുതിയിലേക്ക് വരുമ്പോൾ. അതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ടോപ്പിക് ഇപ്പോൾ വരുന്നുണ്ട്. ഇതൊരു സർവൈവൽ ആണോ, അല്ലെങ്കിൽ ഒരു ടോക്സിക് പാരന്റിങ് ആണോ, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ചർച്ചകൾ. അതിനെങ്ങനെയാ ചിദംബരം നോക്കിക്കാണുന്നത്? ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ട് തന്നെ കാണുന്നത്. കാരണം അത് ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ നിൽക്കാനും ഞാനത് ശ്രമിക്കും. കാരണം പല ആൾക്കാരുടെ ഇത് ഞാൻ തന്നെ, കാരണം ബിക്കോസ് ഐ മേഡ് ദ ഫിലിം. ഞാനോ ജിത്തു വന്നിട്ട് ഇത് ഇങ്ങനെയാണെന്ന്, ഇത് ടോക്സിക് ആണോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ സാധ്യതകളും നമ്മൾ അടക്കിയല്ലേ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കോൺവെർസേഷൻ ഉണ്ടാവട്ടെ. അത് തന്നെ ഒരു സിനിമയുടെ വലിയ വിജയമായിട്ട് കാണുന്നത്. ആൾക്കാരുടെ ഇടയിൽ അതിനെപ്പറ്റി ഒരു അതിങ്ങനെയാണോ ഇതിങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നത് തന്നെ അതൊരു വലിയൊരു വിജയമായിട്ട് നൽകും. അപ്പൊ ഞാനൊരു അഭിപ്രായം പറഞ്ഞ് അതിന് കില്ല് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. ആ ബാലനും ഇതൊരു സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഇത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത് എടുത്ത് വെച്ചത്. കാണാൻ സാധ്യതയില്ല എന്ന് തോന്നിയിട്ട്. സെയിം ഗസ്റ്റ്. ആ ബാലനും ഈ ബാലനും തമ്മിലുള്ള ഒരു ദൂരം ഇന്ന് സിനിമ സ്വപ്നം കണ്ടിരുന്നോ? സത്യനന്ദിക്കാട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ ഇല്ല, ഞാൻ അതിനെക്കണക്ക് ഭയങ്കര ചെറുതില്ലല്ലേ. സിനിമ അങ്ങനെയൊന്നുമില്ല. ഇല്ല, സിനിമ ആസ്വദിച്ചിരുന്നൊരു ആസ്വാദകൻ എങ്ങനെയാണ്? സിനിമ പണ്ട് എങ്ങനെ സിനിമ ആസ്വദിച്ചാൽ ഭയങ്കര സിനിഫൈൽ അങ്ങനെ ഒന്നും അല്ല. നമ്മൾ എല്ലാവരും കാണുന്ന സിനിമകൾ കാണും, ഇഷ്ടമാണ് ഇങ്ങനെ പല സിനിമകൾ കാണാൻ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര സിനിമയിൽ പഠനം അങ്ങനെ ഭയങ്കര ഒരു സിനിഫൈൽ ചെറുതില് സിനിമ ഹാൻഡിക്യാം കൊണ്ട് നടക്കുക അങ്ങനെയൊന്നുമില്ല. അത് നിങ്ങൾ ഏത് സിനിമയാണ് ആസ്വദിക്കുന്നത്? എല്ലാ ടൈപ്പ് സിനിമയും കാണും. എന്റർടൈൻമെന്റ് എല്ലാം കാണും. കോമഡി സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമഡി സിനിമ ഏതാ? കുറെ സിനിമയുണ്ടല്ലോ കോമഡി. കുംഫു ഹസൽ ഇഷ്ടമാണ്. മലയാളത്തിലെ കോമഡിയാണ്. മലയാളത്തില് ഇഷ്ടംപോലെ ഉണ്ട്. എന്താ പറയാ, സന്ദേശമുണ്ട്, പട്ടണപ്രവേശം, പിന്നെ എന്താ പറയാ, മറ്റേ നഗരങ്ങളിൽ ചെന്ന റാപ്പാർക്ക് അങ്ങനെ ഒരു പടമില്ലേ, ശ്രീനിവാസ അവര് തപ്പി കോവിലെത്തുന്ന ആൾക്കാരൊക്കെ വരുന്നത്, അതൊക്കെ അങ്ങനത്തെ പടങ്ങളെല്ലാം എനിക്ക് ഇഷ്ടമാണ്. ആ കാലഘട്ടത്തിൽ കുറെ അങ്ങനത്തെ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. മൂക്കില്ല രാജ്യത്ത്, മറ്റേ പിന്നെ മറ്റേ ഈ മെന്റൽ ആശുപത്രി കുറച്ച് ചാടി വരുന്ന അങ്ങനത്തെ പടം ഉണ്ടല്ലോ, 4 പേര്, തിലകൻ ചേട്ടൻ, മുകേഷ്, എല്ലാരും, അതൊക്കെ അത് ഭയങ്കര നല്ല പടങ്ങൾ. ഗണപതിയും യെസ്. എത്രത്തോളാണ് ഇവരുടെ സപ്പോർട്ട്? ഇപ്പൊ ഗണപതി ഇപ്പം ഫസ്റ്റിലത്തെ തിരക്കഥ എഴുതുന്നാണെങ്കിൽ അതിലുണ്ട്, ഇപ്പം സംവിധാനം ചെയ്ത സിനിമകളിലൊക്കെ അനിയന്റെ സാന്നിധ്യമുണ്ട്. ഇവരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ അതുമായിട്ട് സപ്പോർട്ട് എന്ന് വെച്ചാൽ അമ്മ നമ്മളെ ബാക്കിയില് ഞാനായാലും അച്ഛനായാലും ഗണപതി എല്ലാവരും സിനിമകളിലൊക്കെ. അപ്പൊ അമ്മയാണ് ഇതിലല്ലാത്ത ടീച്ചർ, വേറൊരു സ്ഥിരമായ ഒരു ജോലിയുള്ളതാണ്, റിയാലിറ്റി. അല്ല, പക്ഷെ അതുവരെ ഒരിക്കലും അമ്മ എന്നോട് വേറെ എന്തെങ്കിലും പഠിക്കുവാനൊന്നും പറഞ്ഞിട്ടില്ല. ഈ സ്ട്രഗ്ലിംഗ് ടൈമിലൊന്നും ഞാൻ സിനിമ പറഞ്ഞോട് ഒരിക്കലും എന്നോട് വേറൊരു പഠിക്കുവാൻ പറഞ്ഞിട്ടില്ല. അതന്നെ ഏറ്റവും വലിയ സപ്പോർട്ട്, അതിന് വലിയ കാര്യമാണ്. ഇത് ഏടി ആയിട്ടിരുന്ന ക്യാമറമാനായിരുന്നു. 20 മുതൽ എൻ്റെ ഓർമ്മ ആ ഒരു സമയത്ത് ഭയങ്കര എക്സൈറ്റ്. ഞാൻ രാജുവേട്ടനോട് വയ്ക്കാൻ കിട്ടുന്നൊരു അവസരം, ഇത്രയും അത് ദിലീഷ് പോത്തന്റെ സിനിമ, അപ്പം അങ്ങനെ അത് ഭയങ്കര ഫാദർ അഭിനയിക്കുന്നു. അപ്പം ഭയങ്കര വലിയ എക്സ്പീരിയൻസ്, ഭയങ്കര വലിയ ലേണിംഗ് തന്നെയായിരുന്നു. താങ്ക്സ് ടു രാജീവേട്ടൻ പടത്തിന്റെ അടുത്ത്. ജയരാജ് സാറിന്റെ, രാജു സാറിന്റെ ഒക്കെ അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിട്ട് അവരുടെ നിന്ന് പഠിച്ച അല്ലെങ്കിൽ അവരുടെ കുറെ ഉണ്ട്. അതിപ്പോ ഓരോന്നായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ബേസിക്കലി 20 മുതൽ ഭയങ്കര എൻജോയ്ഡ് ആയിരുന്നു. നിമിഷയെ പരിചയപ്പെട്ടു. നിമിഷയുടെ ഫസ്റ്റ് പടമായിരുന്നു. സുരാജേട്ടൻ, അലൻസീർ, അങ്ങനെ എല്ലാവരും, ശ്യാമേട്ടൻ, അങ്ങനെ എല്ലാവരും വളരെ നല്ല ലൊക്കേഷൻ ആയിരുന്നു. പക്ഷെ നല്ല വെയിലായിരുന്നു കാസർഗോഡ്. അപ്പൊ പണി കുറച്ചുകൂടെ അറിയാം.
ഓക്കെ, വലിയൊരു ഡ്രീം കം ട്രൂ തന്നെയാണ് അത്. ലൈക്ക് എൻ്റെ ഒരു പടം പുള്ളിക്കാരൻ കാണുകയും നമ്മളെ വിളിപ്പിക്കുകയും അദ്ദേഹത്തിനെ കാണാൻ പറ്റിയതും പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന സിനിമ കാണാൻ പറ്റിയത് വലിയ കാര്യം. അതെ, ഞങ്ങളുടെ തമിഴ് ടീം ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ഏൽപ്പിച്ചു. ഒരുപാട് സ്വീകരണം മഞ്ഞുമൽ ബോയ്സിന് തമിഴകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ചിദംബരം ഇപ്പം ബാലൻ ചെയ്തു, അടുത്ത ബോളിവുഡിലേക്കാന്ന് പറയുന്നു. എപ്പോഴും ഞങ്ങൾക്ക് തമിഴർക്ക് മുഴുവൻ ഒരു സിനിമ തരും. ഉറപ്പായിട്ടും അത് ചെയ്യുന്ന കറക്റ്റായിട്ട് കഥയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. തമിഴ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യണം. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതും റെസ്പെക്ട് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. സോ പ്ലാനിങ് എന്തെങ്കിലും പ്ലാൻസ് ഉണ്ട്, നടക്കട്ടെ. വിക്രം സാറിന്റെ ഒപ്പം ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ഫാൻ മൊമെന്റ് ആവും. തീർച്ചയായും. വിക്രം സാർ ലൈക്ക് ഗ്രേറ്റ് ആക്ടർ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അന്യൻ ഇറങ്ങുന്നതും പിന്നെ ജെമിനി കുറച്ചും കൂടെ നേരത്തെ, സാമി, അങ്ങനെ. വിക്രം സാറ് നമുക്ക് ഭയങ്കര ചെറുതിലൊക്കെ നമ്മള് ഒരു പിതാമഹൻ, അപ്പൊ അങ്ങനെ എല്ലാം ഭയങ്കര നമ്മളെ ചെറുതിൽ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ കാണുമെന്ന് വിചാരിക്കാത്ത ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ താങ്ക്സ് ടു മഞ്ഞുമൽ ബോയ്സ് കാണാൻ പറ്റി. ഇത് ഞാനിപ്പോ രജനീകാന്ത് സാറിന്റെ സിദ്ധാർത്ഥിന്റെ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥിന്റെ നല്ല സിനിമ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നടനായിട്ടാണ്. അങ്ങനെയുള്ള കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ സിദ്ധാർത്ഥ് ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട്, ഒരു എൽഡർ ബ്രദർ, ആൻഡ് വളരെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ആളാണ്. അപ്പം നമുക്ക് എന്താ ടൈപ്പിലുള്ള കോൺവെർസേഷനിലും എൻഗേജ് ചെയ്യാൻ പറ്റും. ഭയങ്കര നല്ലൊരു മനുഷ്യൻ. ഇതൊരു ബാലൻ. അത് എൻ്റെ ട്രിവാൻഡ്രത്ത് നമ്മളെ ക്വാർട്ടേഴ്സിന്റെ മേളിലെടുത്ത ടെറസിലെടുത്തായിരുന്നു നിങ്ങളുടെ ടീം. ബാലൻ ടീം. രണ്ടായിരം ഒരാളെ മിസ്സിങ് ആണ്, ബാക്കി എല്ലാവരും ഉണ്ട്. ഈ ഒരു ടീം വർക്ക് അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അതായത് ചിദംബരത്തിന്റെ ഒരു നല്ലൊരു ടീം, അതൊരു കോറ, അത് വലിയൊരു കാര്യമാണ്. ഇപ്പം കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു ബലം തരുന്നത്. അത് എത്രത്തോളം സപ്പോർട്ടാണ്? അല്ലെങ്കിൽ തീർച്ചയായും ഇവരില്ലാണ്ട് ഇപ്പം ശ്രീരാഗ് ഉണ്ട്. കഴിഞ്ഞ 3 സിനിമകളിലും ശ്രീരാഗാണ്. ബിനുവേട്ടൻ ഉണ്ട്, എൻ്റെ കഴിഞ്ഞ 2 പടത്തിലുണ്ടായിരുന്നു ബിനുവേട്ടൻ. അതിനെക്കാണ് മുമ്പ് എൻ്റെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനെക്കാണ് മുമ്പ് എൻ്റെ അച്ഛൻ്റെ ഗുരു ടി വി ചന്ദ്രൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ആൾക്കാരോട് വർക്ക് ചെയ്താലാണ് ബിനുവേട്ടൻ. അപ്പം അവരാണ് ചീഫ് അസോസിയേറ്റ് ശ്രീരാഗം. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇവർ തന്നെയാണ് എൻ്റെ മെയിൻ. അപ്പം അവർക്കറിയാം പ്രോസസ്സ് എന്താണ് എന്നുള്ളതും പരിപാടികളും ഒക്കെ. അപ്പൊ അവര് എനിക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ അറിയാം. അപ്പൊ ഓൾറെഡി അതെല്ലാം റെഡി ആയിരിക്കും. ഇങ്ങനെ പിക്ക് ചെയ്യുന്നതാണോ അവരെ, അല്ലെങ്കിൽ സിനിമയുടെ ഈ യാത്രയില്? അല്ല, യാത്രയിൽ വന്നു ചേരുന്നവരുണ്ട്, പിക്ക് ചെയ്യുന്നവരുണ്ട്. പിന്നെ അത് ഒരിക്കലും നമുക്കത് ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും ഈ നല്ല അഭിനേതാക്കള് കാണുന്നുണ്ട്. അത് എത്രത്തോളം സംവിധായകന്റെ ജോലി എളുപ്പാക്കുന്നുണ്ട്? ഉറപ്പായിട്ട് ഭയങ്കര എളുപ്പമല്ലേ, നമ്മള് കൺവിൻസിങ് ആക്കല്ലേ ഞാൻ. അതാണ് ഒരു സ്റ്റാറിനും അല്ലെങ്കിൽ ഒരു നല്ല ആക്ടറിനും ആ ഒരു മാജിക് പവർ ഉണ്ട്. അതായത് അവർ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ക്യാരക്ടറാണ്, ഞാനൊരു ഡോണാണ് എന്ന് പറഞ്ഞാൽ അത് കൺവിൻസിങ് ആണ്. അത് എല്ലാവർക്കും അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. പലരും ഒരു കഥാപാത്രത്തിന്റെ മനസ്സിൽ കണ്ട് എഴുതാൻ, ചിദംബരം അങ്ങനെ എഴുതാറില്ലേ? ഉണ്ട് അല്ലെ, അങ്ങനെ കണ്ടിട്ട് തന്നെ. അപ്പൊ എന്തെങ്കിലും സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണമല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു ആക്ടറിന്റെ ഫേസിൽ അറ്റാച്ച് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ അറ്റാച്ച്, അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണമല്ലോ. നമുക്ക് എങ്ങനെ ആയിരിക്കും ഇയാൾ ബിഹേവ് ചെയ്യുക ഇതൊക്കെ. ഇപ്പം ഞാൻ പണ്ട് കേട്ടോ, ഇപ്പൊ സത്യൻ സാറൊക്കെ പണ്ട് എഴുതുമ്പോൾ അത് ശങ്കരാടി ആലോചിച്ച് എഴുതും, തെലുങ്കിനെ ആലോചിച്ചത്, അങ്ങനെ ചെയ്ത് അവർ തന്നെ കാസ്റ്റ് ചെയ്ത് അത് നമുക്ക് അവരെന്നത് കാസ്റ്റ് ചെയ്യും എന്നുള്ള അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ. അല്ല, അങ്ങനെ നമ്മള് അങ്ങനെ കുറച്ച് ഫേസ് അസോസിയേറ്റ് ചെയ്ത് തന്നെ എഴുതുക. ഇപ്പൊ പുതുമുഖങ്ങളെ അതിലേക്ക് കൊണ്ടുവരുന്നത് അല്ലാതെ സാഹചര്യത്തിലാണോ? അല്ല, പുതുമുഖം ഈ പടത്തിൽ ഞാനിപ്പോ എല്ലാം എന്താ ഒരു ത്രില്ലറും കൂടെ ആയതുകൊണ്ട് അത് അൺപ്രഡിക്റ്റബിലിറ്റി വേണമെന്നുള്ളതാണ് എല്ലാം പുതിയ ആൾക്കാർ. അത് വല്ലാത്ത പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയ സമ്മർദ്ദം. ചെറുതൊന്നല്ല, ഇത് മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു ലൊക്കേഷൻ. ആ സിനിമയെ കുറിച്ച് ഇനിയും ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നുന്നു. കാരണം അത്രയും ഈ ഒരു 4 വർഷമായിട്ട് പറഞ്ഞു വന്നു. ഒരേ സിനിമക്ക് 10 സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതൊരു സംവിധായകന് എത്രത്തോളം അഭിമാനം തരുന്ന കാര്യം. വളരെ അഭിമാനം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാം, അത് കിട്ടി. അത് ഭയങ്കര താങ്ക്ഫുൾ ഫോർ ദാറ്റ്. എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ഏറ്റവും കൂടുതൽ കിട്ടിയ വടക്കം വീര അതൊക്കെയാന്ന് തോന്നുന്നു. 7 അവാർഡ് 8 അവാർഡ്, പിന്നെ 11 കിട്ടി ഇപ്രാവശ്യം. ഇറ്റ് ഈസ് ഗ്രേറ്റ്. അതിനി സംഭവിക്കുമല്ലോ എന്നൊന്നും അറിയില്ല. മഞ്ഞുമല അതിനോ ഇറ്റ്സ് വൺസ് ഇൻ എ ലൈഫ് ടൈം. അപ്പൊ അതേപോലത്തെ ഒരു വലിയ 250 കോടി 300 കോടി അങ്ങനെ അതൊക്കെ സംഭവിക്കുന്നതാണ്. നമ്മൾ നല്ല സിനിമകൾ ഉണ്ടാക്കുക. ചിലപ്പോൾ ഇതേപോലെ ഇനി അവാർഡ് വരുമായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ അത് ചേസ് ചെയ്തിട്ട് കാര്യമില്ല. വെരി ഹാപ്പി ഫോർ ഇറ്റ്. ഉറപ്പായിട്ടും ഇപ്പൊ നാഷണൽ അവാർഡില് മഞ്ഞുമൽ ബോയ്സിന് എന്തെങ്കിലും
വലിയ കാര്യമായിട്ട് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന. കിട്ടിയാ കൊള്ളും. ഈ ഇപ്പൊ പറഞ്ഞ കളക്ഷന്റെ കാര്യം പറയണം. മഞ്ഞുമൽ ബോയ്സ് ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമയാണ്. ചിദംബരത്തിന്റെ കാഴ്ചപ്പാടില് കളക്ഷൻ ആണോ സിനിമയെ, ആയിരിക്കില്ല ഒരിക്കലും, അതിൽ കളക്ഷൻ സിനിമയുടെ മാർക്കറ്റിങ്ങിന് മാത്രം ഭാഗമല്ലേ, അല്ലെ അതിനെ വെച്ചിട്ട് സിനിമയുടെ വിജയപരാജയം? അല്ല, അത് കളക്ഷൻ വിജയപരാജയം, കളക്ഷൻ ഉണ്ടായി തന്നെ സിനിമ വിജയിച്ചു. കാരണം ബേസിക്കലി ഇറ്റ് ഇസ് എ പ്രോഡക്റ്റ്, ഒരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആണ്. ബിസിനസ് ആസ്പെക്ടിൽ മാത്രം ഫിലിം ഇൻഡസ്ട്രി തന്നെയല്ലേ വിളിക്കുന്നത്. ഇറ്റ്സ് എൻ ഇൻഡസ്ട്രി. അപ്പൊ നമ്മൾ എടുക്കുന്ന സാധനം പൈസയുടെ ഇപ്പം കളക്ഷൻ ഉണ്ടായി തന്നെ പടം വിജയമാണ്. അത് പിന്നെ എല്ലാ കളക്ഷൻ ഉണ്ടാകുന്ന പടങ്ങൾക്കും എന്താ പറയാ, എസ്തെറ്റിക്കലി അങ്ങനത്തെ സാധനങ്ങളും കൂടെ അത് വന്നു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഇറ്റ്സ് ബെറ്റർ. നമുക്ക് ഒരിക്കലും ഒരു 2000-1000 കൂടി അങ്ങനത്തെ മാസ് മാർക്കറ്റിലേക്ക് പോകുന്ന ആൾക്കാർ അത്രയും നമ്മൾ സാധാരണ ആൾക്കാരാണ്. അപ്പോൾ അതാണ് മാസ് മാർക്കറ്റ്. അപ്പോൾ ഹിന്ദി പോലത്തെ ഒരു ഭാഷ, അപ്പോൾ ആ ഭാഷ ഏറ്റവും കൂടുതൽ ആൾക്കാർ, അതിൻ്റെ ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്നത് ഹാർട്ട് ലാൻഡിൽ നിന്നാണ്. അപ്പം ഛത്തീസ്ഗഡ്, ബീഹാർ, ജാർഖണ്ഡ്, രാജസ്ഥാൻ, അങ്ങനെ UP എന്നുള്ള. അപ്പം അവർ നമ്മളെ പോലത്തെ, ഇപ്പം കേരളം ഒരു ചെറിയ സ്റ്റേറ്റ് ആണ്. അപ്പം കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡും കുറച്ചും കൂടെ പത്രം വായിക്കുന്ന പഠിച്ചത്. അപ്പം നമുക്കുള്ള നമ്മൾ അതേ കഥ അവരുടെ അടുത്ത് പോയി വിളമ്പിയാൽ ചിലപ്പോൾ വർക്കാവില്ല. അപ്പം അത് എല്ലാവർക്കും വർക്കാവുന്ന രീതിയിൽ അപ്പം അവരുടെ ഫൈറ്റ് വേണ്ടി വരും, ഡാൻസ് വേണ്ടി വരും, ആൾക്കാർ സാധാരണക്കാർക്ക് ഇപ്പം അങ്ങനെ വരുന്നത്. അപ്പം അങ്ങനെ രീതിയിലും ഉണ്ടോ, അതിലും നമ്മളെങ്ങനെ അത് എസ്തെറ്റിക്കലായിട്ട് അത് ബ്യൂട്ടിഫുൾ ആയിട്ട്. പക്ഷേ ഇതെല്ലാം ഉള്ള പടമാണ് ഷോലെ. ഷോലെ ഏറ്റവും വലിയ ഹിറ്റാണ്. ഷോലെ ആർട്ടിസ്റ്റിക്കലി ഭയങ്കര വലിയ നല്ല പടമാണ് ഷോലെ. ഷോലേന്റെ ഇപ്പോഴും ഷോലത്തെ ട്രെയിൻ സീക്വൻസ് ഒക്കെ എങ്ങനെ ഷൂട്ട് ചെയ്തെന്ന് ഇപ്പോഴത്തെ സാധനം വെച്ചാൽ നമ്മൾ അത് ഭയങ്കര പണിയാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. സിനിമയുടെ സാങ്കേതിക അത് അങ്ങനെ നമ്മൾ തൊട്ട് എളുപ്പമല്ല എന്റർടൈൻമെന്റ് ഉണ്ടാക്കുന്നത്. അത് ഭയങ്കര ടഫ് ജോബാണ്. കാണുന്ന എല്ലാ കാഴ്ചയിലും നിങ്ങൾ സിനിമാറ്റിക് ആയിട്ട് കാണാറുണ്ട്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് നോക്കുമ്പോൾ എല്ലാം വ്യത്യസ്തമാണ്. ഈ പറഞ്ഞ സൗന്ദര്യാത്മകത എല്ലാത്തിലും കാണാൻ പറ്റുന്നുണ്ട്. ഫോട്ടോഗ്രാഫി ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ വൃത്തിയായി വരുന്നു. അല്ലാണ്ട് എല്ലാത്തിലും സിനിമ ആണെന്നൊന്നുമില്ല. ഓക്കെ, ഡോളി. എത്രത്തോളം ആൾക്കാർ ചോദിച്ചു ഈ അമ്മൂമ്മനെ കുറിച്ച്? എല്ലാവരും അമ്മൂമ്മയെ കുറിച്ച്. ഇപ്പൊ പ്രിയൻ സാറും പടം കണ്ടിട്ട് ആദ്യം ചോദിച്ചു അമ്മൂമ്മ ആരാണ്. ഈ ചേസിംഗ് ഒക്കെ ബോഡി ഡബിൾ ആയിരുന്നു? അല്ല, ഒരു ബോഡി ഡബിൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ലാസ്റ്റ് അമ്മച്ചിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചത്. റാമ്പിലൊക്കെ വന്നത് എളുപ്പമൊന്നുമില്ല. എന്നിട്ട് വണ്ടി വളയ്ക്കാൻ നമ്മൾ കുറച്ച് കേബിൾസ് യൂസ് ചെയ്തു. പക്ഷെ അത് അമ്മച്ചി തന്നെയാണ് ചെയ്തത്. ആദ്യത്തെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾ കൊണ്ട് ഇങ്ങനെയൊക്കെ എടുക്കാൻ സമയത്ത് അവർ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് നമ്മളെ മൊത്തം ആൾക്കാരെ എന്താ പറയാ, ഭയങ്കര കമാൻഡിങ് പവറും ഭയങ്കര അത്രയും ജീവിതം കണ്ടൊരു സ്ത്രീയും കൂടെയാണ്. അപ്പം ഭയങ്കര ഔട്ട് സ്പോക്കൺ ആണ്. അപ്പം നിങ്ങളത് എന്നെ പറ്റി എന്ത് വിചാരിക്കുന്നൊക്കെ ഒരു ചിന്തയില്ല, അതിന്റെ ആവശ്യമില്ല അവർക്ക്. കാരണം ഷീസ് ഓൾറെഡി 70+ ആൻഡ് നമ്മൾ പോയിട്ട് ഇനി എന്താണ് അവരെ പറയുന്നത്. ഷീ നോസ് ഹൗ ടു ബി ആൻഡ് നമുക്ക് നമ്മളെല്ലാം മൊത്തം റെസ്പെക്റ്റോടെ തന്നെയാണ് അവരെ കാണുന്നത്. ഇപ്പം കാസ്റ്റിങ്ങിന്റെ ഇതിലെ കാസ്റ്റിംഗ് നോക്കുമ്പോൾ നായികനെ പോലെയുള്ള ആയിരിക്കണം മോൻ എന്നൊക്കെയുള്ള, അതായത് ഛായ നോക്കിയെടുത്തു. പക്ഷെ അവരെ അഭിനയം കൂടി ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു സാധനം അത് ഭാഗ്യത്തിന് സംഭവിച്ചു. കാരണം മുഖവും ഇതെല്ലാം കൂടെ അത് ഭാഗ്യമാണ്. എപ്പോഴാണ് സംഭവിക്കുന്നത്. കാസ്റ്റിംഗ് ഏറ്റവും എളുപ്പമായിരുന്നല്ലോ, പെട്ടെന്ന് അവർ കിട്ടിയൊന്നുമില്ല. പടം ഷൂട്ട് കുറേ ആയിട്ട് ഷൂട്ട് തുടങ്ങാൻ വളരെ അടുത്തേക്കുമ്പോഴെല്ലാം ഫിക്സ് ആവുന്നത്. അതുവരെ ഭയങ്കര ടെൻഷനും ഫ്രസ്ട്രേറ്റിംഗ് തന്നെയായിരുന്നു. നല്ല ലുക്കുള്ള ആള്, ഡെപ്തുള്ള ഫേസ് കിട്ടും. പക്ഷെ അപ്പൊ അതിന് അത്ര ആക്ടിങ് വരില്ല. നല്ല ആക്ടിങ് വരുമ്പോൾ നമുക്ക്, കാരണം ഫേസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആക്ടിങ് മാത്രം അങ്ങനെ അത് റിമെമ്പറും അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. കാരണം കാസ്റ്റിംഗ് കുറച്ച് അങ്ങനെ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്തേ പറ്റും. കാരണം കാസ്റ്റിംഗ് ഇറ്റ്സ് എ വെരി ഒബ്ജക്റ്റീവ് പ്രോസസ്. ഇപ്പോൾ ഈ ഒരു സ്ട്രെസ്സിന്റെ കാര്യം പറഞ്ഞു. ഒരു സിനിമ എടുത്തത് മുതൽ ആ സ്ട്രെസ് ഉണ്ടാവും. ആ സ്ട്രെസ് റിലീഫ് ആകുന്ന അത് എപ്പോഴായിരിക്കും? അതിന്റെ ഒരു ഭാരവും ഒഴിഞ്ഞു പോകുന്ന ഒരു അങ്ങനെയൊന്നുമില്ല. എനിക്ക് പടം ഒരു മിക്സിംഗ് ടേബിളിലെ പടം തീരും. അപ്പം പിന്നെ പടം അത് നമ്മളെ കയ്യിലല്ലല്ലോ. പിന്നെ നമ്മളതിനെ പറ്റി കാര്യമൊന്നുമില്ല. മിക്സിംഗ് ടേബിളിൽ അപ്പോഴത്തേക്ക് ഞാൻ പടമായിട്ട് ഭയങ്കര ഡിറ്റാച്ച്ഡ് ആവും. കാരണം അത്ര ഞാൻ കണ്ട് പിന്നെ എനിക്ക് പടത്തെ ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല. പിന്നെ തീരുന്നില്ല ഇത്. എനിക്ക് പേഴ്സണലി ഈ ഒരു ഫോട്ടോ ഭയങ്കര ഇഷ്ടമായി. ഈ ബാലനും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിർത്താം. അതെ, ഞാൻ ഭയങ്കര എൻജോയ് ഷൂട്ട് ചെയ്ത ബാലനം. നമ്മൾ കുറെ ഷൂട്ടുകൾ വെറുതെ വോക്ക്. കാരണം അത്രയും നല്ലൊരു സ്ഥലവും പിന്നെ അത് ഭയങ്കര ഇമേജാണ് അമ്മ. കാരണം പടത്തിൽ ഏറ്റവും ഫുൾ അമ്മയമ്മ നടക്കുന്നതാണല്ലോ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തിലേക്ക് അവരുടെ ഒരു യാത്ര. അപ്പം അവര് ഫൈനലി ദേ ആർ ഫൈൻഡിങ് പീസ്. ലൈക്ക് ഒരു സമാധാനം കിട്ടി എന്ന തോന്നലുണ്ടാക്കുന്ന ഒരു നടത്തുണ്ട്. സമാധാനം കിട്ടി. ഇത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്പോയിലർ ആയി പോകും. സിനിമ ഒരു ഹാപ്പി എൻഡിങ് ആണെന്നുള്ള ഇതില്
ഉള്ള ഡബിൾ ഇതുണ്ട്. സിനിമ എൻഡിങ് അല്ല, തുടക്കമാണ് സിനിമ, ലൈക്ക് ഒരു അടുത്ത ലൂപ്പിന്റെ തുടക്കമാണ്. പുതിയ ബോളിവുഡ് സിനിമയുടെ അപ്ഡേറ്റ് എന്താണ്? അതിങ്ങനെ നടക്കും, അത് പതുക്കെ ആകുമ്പോ ആയി എന്ന് പറയാം. ഇല്ല അതിങ്ങനെ എഴുത്ത് പരിപാടിയൊക്കെ നടന്നോണ്ടിരിക്കുക. മോഹൻലാലിനെ വെച്ചിട്ടൊരു സിനിമ അതും ഭയങ്കര ആയെന്ന് പറയാം. അത് അങ്ങനെയല്ല, അത് എന്താ പറയാ, അതിപ്പം സ്വന്തമായിട്ട് ചർച്ചകളൊന്നും നടക്കുന്നില്ല. അതൊക്കെ അഭ്യൂഹങ്ങൾ എന്ന് തന്നെ പറയാം. അങ്ങനെ ചെയ്യാൻ അവസരം കിട്ടി എന്തായാലും ചെയ്യും. ഞാൻ വേറെ സിനിമയുടെ എഴുത്തും പരിപാടിയിലൊക്കെയാണ്. ആ സിനിമ എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ. ഇതുപോലെ വലിയൊരു വിജയമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു.